നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റവന്യൂ മന്ത്രി കെ രാജനെ അടപടലം കുടുക്കിയാണ് കണ്ണൂർ കളക്ടർ കളിച്ചത്. പിന്നിൽ പി ദിവ്യയാണ് എന്നുള്ള ആരോപണം ശക്തമാകുന്നു. നവീൻ തെറ്റ് ചെയ്തുവെന്ന് സമ്മതിച്ചുവെന്നും അത് മന്ത്രി കെ രാജനെ അറിയിച്ചുവെന്നും കളക്ടർ നൽകിയ മൊഴി ഒരു കുരുക്കാണ്. എന്നാൽ ഈ വിഷയത്തിൽ വിവാദം പുകഞ്ഞിട്ടും മന്ത്രി മൗനം പാലിക്കുന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. കണ്ണൂർ CPM-നും പി ദിവ്യയ്ക്കും രാജൻ വഴങ്ങിയെന്നാണ് ആക്ഷേപം വരുന്നത്. നവീന്റെ കുടുംബത്തെ രാജൻ പച്ചയ്ക്ക് വഞ്ചിച്ചു എന്ന ആരോപണവും ശക്തമാകുന്നു. നവീൻ ബാബുവിനെ പട്ടടയിലേക്ക് എടുക്കുമ്പോൾ തലയ്ക്കൽ പിടിച്ചത് രാജനായിരുന്നു. ആ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കളക്ടർക്കും ദിവ്യയ്ക്കുമെതിരെ ഇടതുപക്ഷത്തു നിന്ന് ഉയർന്ന ഏക ശബ്ദം മന്ത്രിയുടേത് മാത്രമായിരുന്നു. എന്നാൽ സഖാത്തിയുടെ സാരി തുമ്പിൽ തൂങ്ങി രാജനും കാലുവാരിയെന്ന് പരിഹാസം വന്നിട്ടും ഒരക്ഷരം മന്ത്രി പ്രതികരിക്കുന്നില്ല. എല്ലാ വിഷയങ്ങളിലും അതിവേഗം പ്രതികരിക്കുന്ന റവന്യൂ മന്ത്രി കുറ്റപത്രത്തിൽ മന്ത്രിയെ നേരിട്ട് പരാമർശിച്ചിട്ടും എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത്. നവീൻ ബാബുവിനെ കുറ്റപ്പെടുത്താനും ദിവ്യയെ രക്ഷിക്കാനുമായുള്ള ബോധപൂർവ ശ്രമത്തിന്റെ ഭാഗമായാണ് മന്ത്രി രാജന്റെ പേരും കുറ്റപത്രത്തിൽ എത്തിയത് എന്നതാണ് വസ്തുത. ഇതെല്ലാം കുറ്റപത്രം റദ്ദാക്കാനായുള്ള പി ദിവ്യയുടെ നിയമ പോരാട്ടത്തിന് കരുത്താകും. ഈ വിഷയത്തിൽ രാജന്റെ പ്രതികരണം നവീൻ ബാബുവിന് അനുകൂലമായാൽ എല്ലാ അർത്ഥത്തിലും ഈ കുറ്റപത്രത്തിന്റെ സാധുത പോലും ചോദ്യം ചെയ്യപ്പെടും. അത് പി ദിവ്യയ്ക്ക് എതിരാകുന്ന തരത്തിലുമാകും. നവീൻ ബാബുവിന്റെ മരണത്തിൽ പി ദിവ്യ മാത്രമാണ് കുറ്റക്കാരിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് പി ദിവ്യ നടത്തിയ പ്രസംഗം ആത്മഹത്യാ പ്രേരണയായെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ദിവ്യയെ ക്ഷണിച്ചിരുന്നില്ലെന്ന് കളക്ടറേറ്റ് ജീവനക്കാരും മൊഴി നൽകിയിട്ടുണ്ട്. ഫയലിൽ അനാവശ്യ കാലതാമസം വന്നിട്ടില്ല. കൈക്കൂലി നൽകിയതിന് നേരിട്ടുള്ള ഒരു തെളിവുമില്ല എന്നും പ്രത്യേക അന്വേഷണ സംഘം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പി ദിവ്യയാണ് ദൃശ്യം ചിത്രീകരിക്കാൻ പ്രാദേശിക ചാനലുകാരനെ ഏർപ്പാടാക്കിയത്. പരിപാടിക്ക് മുൻപും ശേഷവും കളക്ടറെ ദിവ്യ വിളിച്ചിരുന്നു. ADM ആത്മഹത്യ ചെയ്തതിനു ശേഷവും ദിവ്യ കളക്ടറെ വിളിച്ചിരുന്നുവെന്നും മൊഴിയുണ്ട്. അതേസമയം തെറ്റുപറ്റിയതായി നവീൻ ബാബു പറഞ്ഞതായി കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴിയും കുറ്റപത്രത്തിലുണ്ട്. നവീൻ ബാബു പറഞ്ഞ കാര്യങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനോട് പറഞ്ഞിരുന്നതായി കളക്ടർ മൊഴി നൽകിയതാണ് ഇവിടുത്തെ ഒരു കുരുക്ക്. യാത്രയയപ്പിനെക്കുറിച്ചും ADM പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും മന്ത്രി കെ രാജനോട് പറഞ്ഞെന്നാണ് കളക്ടർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പരാതി കിട്ടിയാൽ അന്വേഷണം നടത്താമെന്ന് മന്ത്രി പറഞ്ഞതായും കളക്ടർ മൊഴി നൽകിയിരുന്നു അത്രേ. ഈ മൊഴിയിലാണ് രാജൻ വിശദീകരണം നൽകേണ്ടത്. ഇത്തരത്തിലൊരു വാർത്ത വന്നിട്ടും റവന്യൂ മന്ത്രി പ്രതികരിക്കാത്തത് അത്ഭുതകരമായി തോന്നുകയാണ് എന്ന് ചില CPM-കാർ പോലും പറയുന്നുണ്ട്. അതായത് ദിവ്യയെ എതിർക്കുന്ന ഒരു കൂട്ടം നേതാക്കൾ. അതിനൊപ്പമാണ് പി ദിവ്യയുടെ ഹൈക്കോടതിയിലേക്കുള്ള നീക്കം. പ്രശാന്ത് TV മുഖാന്തരം ദിവ്യയെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് അഡ്വക്കേറ്റ് കെ വിശ്വൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. റവന്യൂ വകുപ്പിന്റെ അന്വേഷണത്തിനെതിരെയും ദിവ്യയുടെ അഭിഭാഷകൻ സംസാരിച്ചു. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടേത് പാതിവെന്ത അന്വേഷണ റിപ്പോർട്ടാണ്. പ്രതിഭാഗത്തെ കേൾക്കാതെ തയ്യാറാക്കിയ റിപ്പോർട്ടാണിതെന്നും അഭിഭാഷകൻ ആരോപിച്ചു. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്നായിരുന്നു ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട്. പി ദിവ്യ ADM-ന്റെ യാത്രയയപ്പ് യോഗത്തിനെത്തിയത് ആസൂത്രിതമായിട്ടാണെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. പെട്രോൾ പമ്പിന് NOC നൽകുന്നതുമായി ബന്ധപ്പെട്ട ഫയലിൽ നവീൻ ബാബു കാലതാമസം വരുത്തി എന്നതിന് തെളിവില്ല എന്നും ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീത IAS-ന്റെ റിപ്പോർട്ടിൽ പച്ചയ്ക്ക് പറയുന്നുണ്ട്. നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ മൊഴികളിലേറെയും പി ദിവ്യയ്ക്ക് അനുകൂലമെന്ന വാദം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ആത്മഹത്യയ്ക്ക് മുൻപ് നവീൻ ബാബു ദിവ്യയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നാണ് സാക്ഷിമൊഴി. തന്നെ ഇടനിലക്കാരനാക്കാൻ നവീൻ ബാബു ശ്രമിച്ചെന്നാണ് ദിവ്യയുടെ ബന്ധു പ്രശാന്ത് ആരോപിക്കുന്നത്. അഴീക്കോട് സ്വദേശിയുടെ മൊഴി പകർപ്പ് പുറത്തു വന്നിരുന്നു. ഇരുവരും തമ്മിലുള്ള ബന്ധം ADM-ന് അറിയാമായിരുന്നുവെന്നാണ് പ്രശാന്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. യാത്രയയപ്പിന് ശേഷം ADM-ഉം താനും ക്വാർട്ടേഴ്സിന് സമീപത്ത് വെച്ച് കണ്ടുവെന്നും പ്രശാന്ത് പറയുന്നുണ്ട്. ദിവ്യയോട് താൻ മുഖാന്തരം സംസാരിക്കാമെന്ന ഉദ്ദേശത്തോടെ വിളിച്ചു വരുത്തിയതാണ് എന്നാണ് മൊഴി. ബിനാമി ഇടപാട്, വ്യാജ പരാതി തുടങ്ങിയവയെക്കുറിച്ച് കുറ്റപത്രത്തിൽ പരാമർശമേയില്ല. എന്തുകൊണ്ട് അതിലേക്കുള്ള ഒരു അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളത് പ്രധാന ചോദ്യമാണ്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പോലും ദിവ്യ കരുവാക്കിയിട്ടുണ്ട്. അതായത് പ്രശാന്തിനെ കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി കൊടുപ്പിച്ചു എന്നായിരുന്നു പി ദിവ്യ മാധ്യമങ്ങൾക്ക് മുൻപിൽ വിളിച്ചു പറഞ്ഞത്. എന്നാൽ ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തന്നെ അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല എന്ന് പറയേണ്ടി വന്നു. അപ്പോൾ അത് തന്നെ കള്ളമാണ്. ഈ കള്ളത്തരങ്ങളൊന്നും എന്തുകൊണ്ട് അന്വേഷണ സംഘം അന്വേഷിച്ചില്ല? അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്.
നവീൻ ബാബുവിനെ താൻ പലതവണ കണ്ടിട്ടുണ്ടെന്നും പിന്നാലെ പോയിട്ടുണ്ട് എന്ന് പ്രശാന്ത് പറയുന്നത് ശരി തന്നെയാകാം. കാരണം റോഡിൽ വെച്ചൊക്കെ നവീൻ ബാബുവിനെ തടഞ്ഞു നിർത്തി പ്രശാന്ത് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ക്വാർട്ടേഴ്സിലെത്തിയാണ് പണം കൈമാറിയത് എന്ന് പ്രശാന്ത് പറയുന്നുണ്ട്. പക്ഷേ അവിടേക്ക് എത്തിയതിൻ്റെതായിട്ടുള്ള ഒരു CCTV ദൃശ്യങ്ങളും ഇതുവരെ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടില്ല. അതായത് നവീൻ ബാബുവിനെ കൊടുക്കുന്നതിന് വേണ്ടി ഇതിനു മുൻപ് തന്നെ ഇവർ ഒരു കഥ ചിത്രീകരിച്ചിരുന്നു, ഒരു ദൃശ്യം മോഡൽ. നവീൻ ബാബുവിന് നേരെ ചില തെളിവുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് കൃത്യമായി നടന്നിരിക്കുന്നത്. ഇതിനൊരു PP ദിവ്യയും പ്രശാന്തും മാത്രമല്ല, മറ്റ് പലരും ഇതിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതിൽ നിന്നൊക്കെ പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ അതിലേക്കൊന്നും അന്വേഷണം കൊണ്ടുപോകാൻ ഇതുവരെ പിണറായി പോലീസ് തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടായാൽ കണ്ണൂരിലെ പല CPM നേതാക്കളും കുടുങ്ങും. ഇവിടെ ഇപ്പോഴത്തെ ചോദ്യം മന്ത്രി കെ രാജൻ എന്തുകൊണ്ട് പ്രതികരിക്കാതിരിക്കുന്നു എന്നാണ്. മുൻപ് കളക്ടർക്കെതിരെയൊക്കെ കട്ടായ നടപടി സ്വീകരിച്ച നിലപാട് പറഞ്ഞ ആളാണ് മന്ത്രി കെ രാജൻ. കണ്ണൂർ കളക്ടറെ മാറ്റിയില്ലെങ്കിൽ കണ്ണൂരിലെ പരിപാടികളിൽ താൻ പങ്കെടുക്കില്ല എന്നുവരെ പറഞ്ഞ ആളാണ് മന്ത്രി. എന്നാൽ അതേ മന്ത്രി ഇപ്പോൾ എന്തുകൊണ്ട് വാ തുറക്കുന്നില്ല? ഒരക്ഷരം നവീന് വേണ്ടിയോ നവീന്റെ കുടുംബത്തിനു വേണ്ടിയോ സംസാരിക്കുന്നില്ല. അതാണ് സംശയമായി നിൽക്കുന്നത്. അതിന് പിന്നിൽ മന്ത്രി കെ രാജന്റെ വായടപ്പിക്കുന്നത് എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇതുവരെ കളക്ടർക്കെതിരെയോ അല്ലെങ്കിൽ നവീൻ ബാബു തന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നോ തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു പറഞ്ഞതായിട്ടോ ഒന്നും തന്നെ മന്ത്രി കെ രാജൻ ഇതുവരെയും ഈ നിമിഷം വരെയും പ്രതികരിച്ചിട്ടില്ല. എന്തിന്? അദ്ദേഹത്തിന്റെ മരണം നടന്നു, സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ സമയത്തൊക്കെ മാധ്യമങ്ങൾ നിരന്തരം മന്ത്രി കെ രാജനുമായിട്ട് സംസാരിച്ചതൊക്കെയാണ്. ആ ഘട്ടത്തിൽ പോലും നവീൻ ബാബു തന്നെ വിളിച്ചു പറഞ്ഞതായോ അല്ലെങ്കിൽ നേരിട്ട് പറഞ്ഞതായോ കളക്ടർ തന്നോട് നവീൻ ബാബുവിന് തെറ്റുപറ്റിയെന്ന് കളക്ടർ പറഞ്ഞതായിട്ടുള്ള ഒരു മൊഴികളും ഇന്ന് ഈ നിമിഷം വരെ ഒരിടത്ത് പോലും മന്ത്രി കെ രാജൻ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് മന്ത്രി മൗനം പാലിക്കുന്നത്? മന്ത്രിക്ക് മാത്രമാണ് ആ കുടുംബത്തെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ കഴിയുമെങ്കിൽ പറ്റുന്നത്. ഈ ഇത് കൊലപാതകം തന്നെയാണ് എന്ന് നവീൻ ബാബുവിനെ കുടുംബക്കാർ പറയുന്നുണ്ട്, അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർ പറയുന്നുണ്ട്, കണ്ണൂരിലെ പലരും പറയുന്നുണ്ട്. എന്നിട്ടും ആ കുടുംബത്തിന് നീതി ഉറപ്പാക്കാൻ ആരും തന്നെ ഒരു CPMകാർ പോലും മുന്നോട്ട് വരുന്നില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് നിന്ന് ഒരാളും വരുന്നില്ല എന്നുള്ളത് ഏറെ ഖേദകരമാണ്. CPIയിൽ നിന്ന് അതിശക്തമായി ഉയർന്ന ഒരു ശബ്ദമായിരുന്നു കെ രാജൻ്റേത്. പക്ഷേ ഇപ്പോൾ ആ ശബ്ദവും ആരൊക്കെയോ ചേർന്ന് അടപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് എന്നുള്ള ആരോപണം ശക്തമാകുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.